സലാസത്തുൻ ലാ യഖ്ലു അൻഹാ അബ്ദുൻ മുഅ്മിനുൻ. സലാസത്തുൻ 3 കാര്യങ്ങളുണ്ട്. ലാ യഖ്ലു അൻഹാ, ആ 3 തൊട്ടും ഒഴിവാവുകയില്ല. അബ്ദുൻ മുഅ്മിനുൻ, മുഅ്മിനായ അല്ലാഹുവിന്റെ ദാസന് പോലും ആ 3 മോശത്തരം ഉണ്ടാവും. അൽ ഹസദു, ഒന്ന് അസൂയ, വല്ലന്നും ഒരു തരം വിചാരം. എന്തുണ്ടല്ലൊരു വിചാരം, മനസ്സിലായില്ലേ? മൂന്നാമത്തെ തീറത്തു, തീറത്ത്, ഒരു തരം ലക്ഷണബോധം. എന്താ ലക്ഷണബോധം? അതായത് ഒരു വൈക്കൽ ഇറങ്ങിയപ്പോഴാണ് കറുത്ത പൂച്ച മുന്നിൽ പാഞ്ഞത്. അപ്പൊ നമ്മൾ ബയർന്ന് പറയുന്ന ആളാണ്, അതിലൊന്നൊന്നുമില്ല കേട്ടോ, അങ്ങനൊന്നും വിചാരിക്കട്ടോ, ഇസ്ലാമല്ല, ഈമാനല്ല, ദീനല്ല, ഓ ബയർന്ന് പറയുന്ന ആൾ തന്നെയാണ്. പക്ഷെ എൻ്റെ മകൾക്കൊരു കല്യാണാന്വേഷണം വന്ന് ഞാൻ ഇറങ്ങാൻ വിചാരിക്കുമ്പോഴാണ് പൂച്ച ചാടിയതെങ്കിൽ ഞാൻ എന്തു പറയും? അതിലിപ്പോ ഒന്നും ഇല്ല, എന്നാലും നമ്മളതിന് പോട്ട, ഏതായാലും പൂച്ച. വേറെ ഹദീസാണ് ഇതൊക്കെ. അലാ അദുല്ലുകും ബിഅഫ്ളല ദറജതൻ മിനസ്സലാത്തി വസ്സദഖത്തി വസ്സിയാം. ഇബ്നു മാജയിലുണ്ട് ഹദീസ്, എൻ്റെ ഓർമ്മയിൽ റളിയല്ലാഹു അൻഹു. ഇബ്നു മാജ തന്നെ സുനനിലെ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെയും പല സ്ഥലത്തും ഹദീസ് ഉണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തഖ്രീജ് ഞാൻ എടുത്തു തരാം കേട്ടോ. അലാ അദുല്ലുകും ബിഅഫ്ളല ദറജതൻ മിനസ്സലാത്തി വസ്സദഖത്തി വസ്സിയാം. അലാ അദുല്ലുകും, നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെ, ബിഅഫ്ളല ദറജതൻ, ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദറജയാലുള്ളത്, മിനസ്സലാത്തി, നിസ്കാരത്തെക്കാൾ, വസ്സദഖത്തി, സദഖയേക്കാൾ, വസ്സിയാമി, നോമ്പുകളെക്കാൾ ഏറ്റവും ദറജയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. എഴുതിയൊക്കെ മോനെ, ഞാൻ പറഞ്ഞ അപ്പം എഴുതി വെച്ചോളണം, പിന്നെ എന്തെങ്കിലും നീ എന്നോട് ചോദിച്ചാൽ മതി. അലാ അദുല്ലുകും ബിഅഫ്ളല ദറജതൻ മിനസ്സലാത്തി വസ്സദഖത്തി വസ്സിയാം. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാഹു ദാത്തിൽ ബൈൻ. അകന്നു നിൽക്കുന്നവരെ, വിട്ടുപിരിഞ്ഞു പോയവരെ പിടിച്ച് മസ്ലഹത്തിലാക്കുക. അതിനെന്തിനേക്കാൾ കൂലിയാണ്? നിസ്കാരത്തിനേക്കാൾ കൂലിയാണ്, പിന്നെ നോമ്പിനേക്കാൾ, പിന്നെ സദഖയേക്കാൾ. അലാ ഏതാ മക്കളെ? അലാ അദുല്ലുകും ബിഅഫ്ളല ദറജതൻ മിനസ്സലാത്തി വസ്സദഖത്തി വസ്സിയാം. ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈൻ. അതിന്റെ തെക്മിലത്തും കൂടി എഴുതി വെച്ചാൽ ഞാൻ ഹദീസിന്റെ പൂർത്തീകരണം. فإن ذات البين هي الحالقة. لا أقول لكم حلق الشعر ولكن حلق الدين. فإن ذات البين هي الحالقة. എന്തുകൊണ്ടെന്നാൽ പരസ്പരം ജനങ്ങൾ അകലുക എന്ന് പറഞ്ഞാൽ അത് മൊട്ടയടിക്കലാണ്. ലാ അഖൂൽ ലക്കും തഹല്ലുഖു ശഅരി, ഞാൻ നിങ്ങളോട് പറയുന്ന മുടി മൊട്ടയടിക്കലല്ല. വലാകിൻ തഹല്ലുഖുദ്ദീൻ, ജനങ്ങൾ അകന്നാൽ ദീൻ മൊട്ടയടിച്ച പോലെയായി. ജനങ്ങൾ അകന്ന പിന്നെ ആ നാട്ടിൽ എന്തുണ്ടാവില്ല? തലേന്റെ മേലെ കത്തി വെച്ച് ഇങ്ങനെ മൊട്ടടിച്ചാൽ പിന്നെ അവിടെ മുടി ഉണ്ടാവോ? പറയട എങ്ങായി ഉണ്ടാവോ? ഇല്ല. എന്നതുപോലെയാണ് ജനങ്ങൾക്കിടയിൽ അകൽച്ച വന്നാൽ അവിടെ എന്തുണ്ടാവില്ല? ദീനുണ്ടാവില്ല. പള്ളി ഉണ്ടാവും, മദ്രസ ഉണ്ടാവും, മഹല്ലുണ്ടാവും, എന്തുണ്ടാവില്ല? ദീനുണ്ടാവില്ല. അപ്പൊ നാട്ടിൽ ദീനുണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ടത്? ജനങ്ങളെ പരസ്പരം ഒന്നിപ്പിക്കുക. മുടി മൊട്ടയടിക്കലല്ല ഞാൻ പറയുന്നത്. വലാകിൻ തഹല്ലുഖദ്ദീൻ. ഇബ്നു മാജയിലുണ്ട് ഈ ഹദീസ്. ഓ അള്ളാഹുവിന്റെ സഹായം, ഞാനൊരു 20 കൊല്ലം പഠിച്ച ഹദീസാണ്. മറന്നു എന്ന് വിചാരിച്ചിരുന്നു. നല്ല ഹദീസാണ്, വലിയ പാടുണ്ടായില്ല. അപ്പോൾ ഒന്നും കൂടി ആദ്യം മുതൽ വായിക്കി.
അലാ അദുല്ലുക്കും ബിഅഫ്ളല ദറജതൻ മിനസ്സലാത്തി വസ്സദഖത്തി വസ്സിയാം ഖാലൂ ബലാ യാ റസൂലല്ലാഹ് ഖാല ഇസ്ലാഹു ദാത്തിൽ ബൈൻ. എന്നിട്ട് പറയാം ഫഇന്ന ദാത്തൽ ബൈനി ഹിയൽ ഹാലിഖ ലാ അഖൂൽ ലക്കും തഹല്ലുഖ അശ്ശഅരി വലാകിൻ തഹല്ലുഖ അദ്ദീൻ. എന്താ അർത്ഥം? ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ബിഅഫ്ളല ദറജതൻ, ഏറ്റവും ശ്രേഷ്ഠമായ ദറജയുള്ള ഒരു കാര്യം, മിനസ്സലാത്തി, നിസ്കാരത്തെക്കാൾ, വസ്സദഖത്തി, സദഖയേക്കാൾ, വസ്സിയാമി, നോമ്പുകളെക്കാളും ദറജയുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. ഖാലൂ ബലാ യാ റസൂലല്ലാഹ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാഹു ദാത്തിൽ ബൈൻ. മനസ്സിലായില്ലേ? ഏറ്റവും ദറജയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇസ്ലാഹു ദാത്തിൽ ബൈൻ. അത് വിട്ടുപിരിഞ്ഞവരെ പരസ്പരം മസ്ലഹത്തിലാക്കലാണ്. എന്നിട്ട് അതിന്റെ ബാക്കിയാണ് എന്ത്? ഫഇന്ന ദാത്തൽ ബൈൻ. എന്തുകൊണ്ടെന്നാൽ വിട്ടുപിരിഞ്ഞു പോകൽ ഹിയൽ ഹാലിഖ, അതൊരു മൊട്ടടിക്കലാണ്. ലാ അഖൂലു ലക്കും തഹല്ലുഖ അശ്ശഅരി, മുടി മുട്ടയടിക്കൽ എന്നല്ല ഞാൻ പറഞ്ഞത്. വലാകിൻ തഹല്ലുഖ അദ്ദീൻ, അത് എന്ത് മുട്ടയടിക്കലാണ്? ദീനണ് പോവും. ജനങ്ങൾ അകന്നു പോയാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? പറേ, ദീനുണ്ടാവൂല. ഫിത്തന ഉണ്ടാക്കിയാൽ അകന്നു പോവും. അപ്പൊ ഈ ലോകത്തെ ഏറ്റവും വലിയ തിന്മ എന്തായി? ഫിത്തന ഉണ്ടാക്കൽ. എന്നാ പറഞ്ഞവരൊക്കെ ന്യായത്തിൽ പിടിച്ചുക്കും. ഞാൻ പറഞ്ഞേറ്റാ മനസ്സിലായില്ല. ഫിത്തന ഉണ്ടാക്കണവർക്ക് എപ്പോഴും എന്തുണ്ടാവും? ഞാൻ പറഞ്ഞ തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. നിസ്സാര കാര്യം, നിസ്സാര കാര്യം, എന്തോ നിസ്സാര കാര്യം, നിസ്സാര കാര്യം. അയൽവാസിന്റെ വീടിന്റെ ഗൾഫിൽ പോയ അയൽവാസിയുടെ വീട്ടില് തേങ്ങയാടി, മതിലിനടുത്ത് തേങ്ങ ഡും നടത്തിയാടി. അപ്പോൾ അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇച്ച് നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ അപ്പുറത്തെ അയൽവാസി എന്ത് ചെയ്തു? ആരോ അവന്റെ മതിലിയാടിയോ എന്ന് വിചാരിച്ചിട്ട് ചെന്ന് നോക്കുക. അപ്പൊ നോക്കുമ്പോ തേങ്ങ വീണെടുക്കുക. അപ്പോൾ അവൻ ഒന്നും പറ്റില്ല എന്ന് വിചാരിച്ച് മതിലിനപ്പുറത്തേക്കൊന്നും പോയില്ല. ഓനിങ്ങനെ പിന്നെ മൂന്നാമത്തെ അയൽവാസി കണ്ടു. എന്ത്? ഓന്റെ ഗേറ്റ് കൂടെ നട്ടപ്പാതിര 2 മണിക്കുണ്ട് കുഞ്ഞു മേമത് വരുന്നു. ആ ഭാര്യയും ഭർത്താവും തൊലാക്കാകാൻ അത് മതി. എന്തേ ഇപ്പൊ സംഭവിച്ച്? ഒരു തേങ്ങ ചാടി. തേങ്ങ പാവാണ്, തേങ്ങക്ക് ഫിത്തന ഉണ്ടാക്കാൻ അറിയില്ല. ഇനി ഏതോ മൂന്നാമത്തെ ഒരാളോട് പറയും, ഇന്നലെ 2 മണിക്ക് ഞാനിന്റെ പെണ്ണുങ്ങളോട് കാണിച്ചു കൊടുത്ത് നോക്കാൻ പോണ്, ഓന്റെ ഗേറ്റിൽ കൂടിയാ പോണ്. ഗേറ്റ് തുറന്നിട്ടില്ല, കയറിയിട്ടില്ല. ഗേറ്റിന്റെ അവിടെ എന്താ വന്ന് നോക്കിയിട്ട് മനസ്സിലായോ? ആ പാവപ്പെട്ട പെണ്ണും കുട്ടികളും അവിടെ കിടക്കണം, എന്തോ പറ്റുമോ അറിയാൻ വേണ്ടി. അപ്പം പാഞ്ഞിറങ്ങിയിട്ട് അതേമാതിരി തിരിച്ചു പോണതാണ്. ഗേറ്റിലും തിരിച്ചൊന്നും കണ്ട് നേരുവാണ്. ഇതോ മൂന്നാമത്തെ ഒരാളോട് 4-മത്തെ ഒരാളോട് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഇജ്ജ് നുണ പറയല്ലേ? നുണ, ഞാൻ എൻ്റെ പെണ്ണുങ്ങൾ സാക്ഷിയാ. അപ്പൊ സാക്ഷിയായി, ഇപ്പൊ അവിടെ കുടുങ്ങി. മനസ്സിലായില്ലേ? പറഞ്ഞു ഇനി ഇതിന്റെ പേര് എന്തു നടക്കും? എന്തു നടക്കും? ഞാൻ ഇതിനെ പേര് തൊലാക്കുണ്ടാവും, തല്ലുണ്ടാവും, അടിയായി പുട്ടി പറ്റും, സുപ്രീം കോടതി എല്ലാം. എന്തിപ്പോ സംഭവിച്ചിട്ടുള്ളൂ? തേങ്ങ ചാടി സംഭവിച്ചത്. അതിന്മേലാണ് സുപ്രീം കോടതി ഉണ്ടായത്, അതിലാണ് തല്ലുണ്ടായത്, അതിലാണ് ഒരു തന്നെ പല്ല് പോയത്. മുതൽ മുഴുവൻ തീർന്നു സുപ്രീം കോടതി പോയിട്ട്. ഇതൊക്കെ അവൻ തെളിയിക്കാൻ തയ്യാറുണ്ട്. ഞാൻ കണ്ടല്ലെങ്ങായി കണ്ടൊക്കെ പറയാനുള്ളതാ. സലാസത്തുൻ ലാ യഖ്ലു അൻഹാ അബ്ദുൻ മുഅ്മിൻ എന്നൊരു ഹദീസിന്റെ ദിവസം ചാട് ഹദീസ്. സലാസത്തുൻ ലാ യഖ്ലു അൻഹാ അബ്ദുൻ മുഅ്മിനുൻ, മുഅ്മിനായ മനുഷ്യനും 4 ദോഷങ്ങളിൽ 3 ദോഷങ്ങൾ ഇല്ലാതിരിക്കൂല. മുസ്ലിമാണെങ്കിലും മൂമിനാണെങ്കിലും എന്തുണ്ടാവും? 3 ദോഷം ഉണ്ടാവും. ദോഷം എന്ന കുറ്റല്ല, മോശത്തരം. ഒന്ന് അൽ ഹസദു, അസൂയ. മൂമിനാണെങ്കിലും എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. മൂമിന പക്ഷെ അസൂയ ഉണ്ടാവും. അത്ര വലിയ മൂമിനായിട്ട് മൂമിനാണെങ്കിലും എന്തുണ്ടാവും? അസൂയ ഉണ്ടാവും. സലാസത്തുൻ എഴുതിച്ചോളി ഇന്നലെ ഹദീസിന്റെ ദിവസം. സലാസത്തുൻ ലാ യഖ്ലു അൻഹാ അബ്ദുൻ മുഅ്മിനുൻ,
സലാസത്തുൻ 3 കാര്യങ്ങളുണ്ട്. ലാ യഖ്ലു അന്ന, ആ 3 തൊട്ടും ഒഴിവാവുകയില്ല. അബ്ദു മുഅ്മിനുൻ, മുഅ്മിനായ അല്ലാഹുവിന്റെ ദാസന് പോലും ആ 3 മോശത്തരണ്ടാവും. അൽ ഹസദു, ഒന്ന് അസൂയ, വല്ലന്നും, ഒരു തരം വിചാരം. എന്തുണ്ടാലും ഒരു വിചാരം. ഇജിപ്പം ഷമീറെ, ഇജി നേരെ അൻവറിനോട് പറഞ്ഞു, ഒന്ന് എന്തോ പറഞ്ഞു. എന്തേ പറഞ്ഞിട്ടുണ്ടാകുകയെന്നറിയോ? പറഞ്ഞിട്ടുണ്ടാകുക, അൻവറെ ഇജി ഇങ്ങനെ കാല് ഇങ്ങനെ പുറത്തിരുന്നാല് മനുഷ്യനിവിടെ ഇരിക്കണ്ടോ എന്നാണ് ഇപ്പൊ തേക്കുംകുട്ടി ഷമീർ അൻവറിനോട് പറഞ്ഞത്. ഞാൻ അത് കാണുമ്പോൾ എന്നെ വിചാരിക്കുക, ഇയാളിപ്പോ ഒന്ന് കുളൂസെന്ന് പറയാനല്ലോ എന്നോൻ പറഞ്ഞു എന്നാ ഞാൻ വിചാരിക്കുക. ഞാൻ മൂമിനാണെന്ന് വന്നാൽ തന്നെ അള്ളാഹ് നമ്മളെ മൂമിനികൾ പെടുത്തട്ടെ, എന്നാലും ഉണ്ടാവും ഒന്നു ഒരു തരം വിചാരം. ഒരു തരം വിചാരം. എന്ത്? ഓനിപ്പോ നമ്മളെ പറ്റിയാണ് പറഞ്ഞത്. അല്ലെ ഈ ക്ലാസ് ആക്കേണ്ട എട്ടി പറഞ്ഞില്ല. മനസ്സിലായോ പറഞ്ഞത്? നാലാ അൻവറൊന്ന് കാലും മടക്കിയിരുന്നതുമില്ല. കൂടെ പണി നോക്കിയിട്ട് അൻവർ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പം ഞാനത് അങ്ങനെ പറഞ്ഞതല്ലേ ഉസ്താദെ, അത് കാല് ഇത്ര വളർത്തിരിക്കല്ലേ അൻവറേന്ന് ഞാൻ പറഞ്ഞതെന്ന് എന്നോട് പിന്നെ ഷമീർ പറയുകയാണെങ്കിലും എനിക്ക് തലക്കറില്ല. എന്തുകൊണ്ട്? ഓനവിടെ അനങ്ങാതിരിക്കണം ഞാൻ കണ്ടല്ലേ. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഓന് നല്ല മനുഷ്യനാണല്ലോ അൻവർ. അൻവർ അവിടെ കാല് ചുരുക്കും ഇരിക്കും എനിക്കറിയാലോ. ഓൻ എനിക്ക് നല്ലോണം അറിയാം. അപ്പം എനിക്കവിടെ ഇജി പറഞ്ഞ വിശ്വാസമായില്ല. ഞാൻ ഓർത്താനുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ മൂന്നാമത്തെ തീറത്ത്, ഒരു തരം ലക്ഷണബോധം. എന്താ ലക്ഷണബോധം? അതായത് ഒരു വൈക്കൽ ഇറങ്ങിയപ്പോഴാണ് കറുത്ത പൂച്ച മുന്നുകൂടി പാഞ്ഞത്. അപ്പൊ നമ്മൾ ഭയന്ന് പറയുന്ന ആളാണ്. അതിലൊന്നൊന്നുമില്ല കേട്ടോ, അങ്ങനൊന്നും വിചാരിക്കട്ടോ, ഇസ്ലാമല്ല, ഈമാനല്ല, ദീനല്ല, ഓ എന്ന് പറഞ്ഞ് ഭയന്ന് ആൾ തന്നെയാണ്. പക്ഷെ എൻ്റെ മകൾക്കൊരു കല്യാണാന്വേഷണം വന്ന് ഞാൻ ഇറങ്ങാൻ വിചാരിക്കുമ്പോഴാണ് പൂച്ച ചാടിയതെങ്കിൽ ഞാൻ എന്തു പറയും? അതിലിപ്പോ ഒന്നുമില്ല, എന്നാലും നമ്മളതിന് പോണ്ട, ഏതായാലും പൂച്ച ചാടിയില്ലേ. തീറത്തു ഒരു തരം ലക്ഷണബോധം. നമ്മളറിയാ ഇല്ല അങ്ങനൊന്നുമില്ല, പള്ളി ചരിച്ചോണ്ട് ഒന്നുമില്ല, എന്നാലും നമ്മൾ മനസ്സെന്ത് പറയും? എന്നാലും നമ്മളെ പറഞ്ഞപ്പോൾ തന്നെ പള്ളി ചരിച്ചില്ലേ, അത് സത്യമാകാൻ സാധ്യതയുണ്ട്. അതിലൊന്നുമില്ല. പെണ്ണുങ്ങളും പറഞ്ഞു, നമ്മൾ പെണ്ണുങ്ങളോട് പറഞ്ഞ് അതിലൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു പരീക്ഷണത്തിന് നടക്കണ്ട, നമുക്ക് ആ കല്യാണം വേണ്ട. ഇതാർക്കും ഉണ്ടാവും, മുഅ്മിനും ഉണ്ടാവും, കേവലം മുസ്ലിമിലല്ല, ആർക്കും ഉണ്ടാവും. അത് എവിടുന്നാ? നീ നോക്ക ആയത്തെവിടെ? ഇത് നീങ്ങണ്ടേ? നീങ്ങും. എന്ന് നീങ്ങും? സ്വർഗത്തിലേക്ക് നമ്മളെ കയറ്റണം. നേരത്തെ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് സ്വർഗത്തിൽ അസൂയില്ല, ഒന്നുമില്ല, ഒരു പ്രശ്നം, ഒരു തലാഖ് ഒന്നും ഉണ്ടാവില്ല. എവിടെ? സ്വർഗത്തിൽ ഉണ്ടാവില്ല. അവിടെ മൂത്തച്ചില്ല, അവിടെ ഇളച്ചില്ല, അവിടെ ഒന്നുമില്ല, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. എന്തുകൊണ്ട്? ഹിജ്ർ 47 കൊണ്ടുവരായത്. നാം നീക്കിക്കളയുന്നതാണ് മാഫി സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിലുള്ളവയെ. മിൻ ഗില്ലിൻ, ഗില്ലിനാൽ മിൻ ഗില്ലിൻ ഇഖ്വാനാ, മിൻ ഗില്ലിൻ ഒരു തരം പോര്, ഇതൊക്കെയിൽപ്പെട്ടതാണ്. അതൊക്കെ എവിടുന്ന് നീക്കും? സ്വർഗത്ത് നീക്കും. എന്നിട്ട് യഥാർത്ഥ സഹോദരന്മാരായിട്ട് അതിൻ്റെ കേൾക്കുക, അതിൻ്റെ കയറ്റുക. ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. അവിടെ എന്തുണ്ടാവില്ല? എന്നാലും ഉസ്താദ് പറയാൻ പാടില്ലായിരുന്നു, അവിടെ പറയില്ല, ഇവിടെ പറയും. ഇവിടെ എന്തുണ്ട്? ഈ ഗില്ലുണ്ടാവും. നാം നീക്കിക്കളയും മാഫി സുദൂരിയും, അവരുടെ നെഞ്ചിൻ്റെ കൂടിൻ്റെ ഉള്ളിലുള്ളത്. മിൻ ഗില്ലിൻ, ഗില്ലിനാൽ. അത് അവിടുന്ന് നീക്കുള്ളൂ, ഇവിടെ നീക്കൂല. ഇവിടെ അങ്ങനെ തന്നെ പോവും. ഇവര് വലിയതായതിനനുസരിച്ച്, മാനാവുന്നതിനനുസരിച്ച് നീങ്ങിപ്പോവും. എന്നാലും ഉണ്ടാവും. മുത്തുനബിക്ക് അത് എടുത്തത് കളഞ്ഞു. അലം നശ്റഹ് ലക സദ്റക, ഒന്നുമില്ല മുത്തുനബിക്ക്. നമുക്കൊക്കെ ഉണ്ടാവും. സാഹബിയാണെങ്കിലും ഉണ്ടാവും. ഒരു സാഹബിക്ക് മറ്റേ സാഹബിനും ഉണ്ടാവും. തെറ്റല്ല, പക്ഷെ അതിന് പ്രശ്നം ഉണ്ടാവും.
ഖുർആൻ അവസാനം പറഞ്ഞത് എന്താണ്? കൊല്ലലല്ലോ. കൊല്ലുന്നവരെ തൊട്ട് കാവലിനെ ചോദിക്കണൂന്നല്ല. വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ. കൊല്ലലിനും ന്യായം കണ്ടെത്തും, അസൂയക്ക് ന്യായം ഉണ്ടാവില്ല. അസൂയക്കൊരു ന്യായമില്ല. പക്ഷെ അത് ഖുർആൻ അവസാനം അതാ പറഞ്ഞു. എത്ര സ്ഥലത്ത് ഖുർആൻ അത് പറഞ്ഞു. അവസാനം ഖുർആൻ പറഞ്ഞ മനുഷ്യന്റെ ദോഷം എന്താണ്? അസൂയാണ്. ഒളബല്ല. ഒളബ് മംദുഹായ സ്ഥലമുണ്ട്. ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടും. ഇപ്പഴുണ്ട് ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടണല്ലോ. ബ്രിട്ടീഷരോട് നമ്മൾ ദേഷ്യപ്പെട്ടിട്ടല്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്. ഇങ്ങളിപ്പോ അങ്ങനെ ഞങ്ങളിപ്പോ പോണെന്നൊന്നും പറയില്ല. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി എന്ന് ഗാന്ധിജി പറഞ്ഞാൽ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടും. പറയടോ, അങ്ങനെയാണെങ്കിൽ പറയങ്ങായിമാരെ ഇവിടെ സ്വാതന്ത്ര്യം കിട്ടോ? ഇല്ല. അപ്പൊ കുറച്ചാളുകൾ ദേഷ്യപ്പെട്ടിട്ട് കിട്ടിയതാണ് എന്ത്? സ്വാതന്ത്ര്യം. ഗാന്ധിജി അഹിംസ എന്ന് പറഞ്ഞു, സുഭാഷ് ചന്ദ്രബോസ് ഹിംസ എന്ന് പറഞ്ഞു. ഗാന്ധിജി അഹിംസ എന്ന് മാത്രം പറഞ്ഞാൽ കിട്ടൂല, അപ്പുറത്തും വേണം. മനസ്സിലായില്ല? കുഞ്ഞായി മുസ്ലിയാര് ഭക്ഷണത്തിന് ചെലവുടിക്ക് എന്നപ്പോ ഭക്ഷണമില്ല പെരയില്. അതില് എന്ത് ചെയ്ത് ഭക്ഷണമില്ല ഉണ്ടാക്കാത്തതിന്റെ പേരില് ഭർത്താവ് വീട്ടുകാരിയെ ശകാരിച്ച് മോലേക്ക് വന്നിട്ട് ഈ നേരം വരെയായിട്ട് എന്തായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയില്ലേ. അതില് അവളെന്ത് ചെയ്ത്, അവള് പെണ്ണ് അരി എടുത്തിട്ട് മുറത്തിൽ ഇങ്ങനെ ചേറാൻ തുടങ്ങി. ചേറിയപ്പോൾ മൂപ്പര് കൈ വെച്ചിട്ട് ചുമരിനൊരു അറ്റാക്കിയാണ് കൊടുത്തു. അപ്പോൾ കരിഞ്ഞോണ്ട് എന്ത് ചെയ്ത് ഇതിട്ട് എന്താ പറയാ മുറ താഴത്ത് കിട്ട് കരിഞ്ഞ്. അപ്പോൾ കുഞ്ഞായി മോനേര് പറഞ്ഞു, ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ പേരിൽ നിങ്ങൾ തല്ലുണ്ടാക്കണ്ട, ഞാൻ ക്ഷമിച്ചോളാം പോകാറ്. കുഞ്ഞായി മോനേര് പോയി. അതിന് മൂപ്പരാട് ചിരിച്ച്, എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ തല്ലിന്ന് ചോദിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ മുറം താഴത്ത് ചോദിച്ചു. അപ്പോ ബാക്കിൽ സൈഡിൽ മറിഞ്ഞിക്ക കുഞ്ഞായി മോനേര്. മൂപ്പര് മുന്നിൽ വന്നാണ്ട് പറഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞായിന്റെ പോകാതെ കളിന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ എന്തിനപ്പത് പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്ത് പറയാനാണ് മനസ്സിലായി പറഞ്ഞത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ വളബ് മനുഷ്യനിപ്പോ ഉണ്ടാക്കേണ്ടി വരും. ഹസദ് അങ്ങനെയല്ല. ഹസദിന് ഒരു ന്യായമല്ല. എന്താ ഹസദ്? ഹസദിന്റെ താരിഫായിട്ട് ഇന്നൊരു തൗഫീഖിന്റെ ദിവസം അല്ല ഹസദു. ഹസദ് എന്നാൽ തമന്നി സവാലി നിഅമത്തിൽ ഗൈരി വഇല്ലം യജിദ് ലഹു മിസ്ലഹു. ഇതാണ് തൈരീഫ്. ഹദീസ് അല്ല, തൈരീഫ്. അതിന്റെ ഡെഫിനിഷനാണ്. എന്തിനാണ് ഹസദ് എന്ന് പറയാ? നീ പേക്കരുത്. എന്താ ഹസദ്? ഹസദ് എന്നാൽ തമന്നി സവാലി നിഅമത്തിൽ ഗൈരി, മറ്റൊരാൾക്ക് ലഭ്യമായ നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് കൊതിക്കുക. വഇല്ലം യജിദ് ലഹു മിസ്ലഹു, അതുപോലെയുള്ളത് തനിക്ക് കിട്ടണമെന്ന് മോഹിച്ചിട്ടില്ലെങ്കിലും. മനസ്സിലായില്ല? ഓൻ നടക്കണ കച്ചവടം പോലെ എനിക്ക് നടക്കണമെന്നൊന്നും മോഹിച്ചിട്ടില്ല. അങ്ങനൊന്നും ഇല്ലെങ്കിൽ പോലും മോഹിച്ചാലും വേണ്ടില്ല, മോഹിച്ചിട്ടില്ലേലും വേണ്ടില്ല, ആ നിഅമത്ത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ് എന്ത് പറയാ? അതാണ് ഹസദ്. അർത്ഥം ഇതൊക്കെ തൈരിഫാട്ടോ, ഹദീസല്ല. അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ വ്യാഖ്യാനം, അതിന്റെ എന്താ പറയാ, അതിന്റെ ഡെഫിനിഷൻ പറയാൻ എന്തിനാണ്? എന്താ ഹസദ്? അല്ല ഹസദു തമന്നി സവാലി നിഅമത്തിൽ ഗൈരി വഇല്ലം യജിദ് ലഹു മിസ്ലഹു, മറ്റൊരാൾക്ക് ലഭ്യമായ നിഅമത്തിനെ നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കലാണ് എന്ത്? അതാണ് ഹസദ്. അതാണ് ഖുർആൻ അവസാനം വിമർശിച്ചത്. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ തിരിച്ചു വരും. അപ്പോൾ ഇതൊക്കെ ഫിത്ന പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞത്. അള്ളാഹ് നമ്മൾ ദിക്റും തലാത്തൊക്കെ ചെല്ലും, ഫിത്ന ഉണ്ടാക്കും. എന്നാൽ അള്ളാഹിൻ്റെ ആരിഫീങ്ങളിൽ നിന്ന് എന്തുണ്ടാവില്ല? ഫിത്ന ഉണ്ടാവില്ല. അവരാണ് യഥാർത്ഥ മുഹബ്ബീങ്ങൾ. നബിയെ പ്രേമിച്ചവരിൽ നിന്ന് ഫിത്ന ഉണ്ടാവില്ല. ഫിത്ന ഉണ്ടാകരുത്. നമ്മൾ എല്ലാം നന്മയും ചെയ്യും, പക്ഷെ നമ്മളെ കൊണ്ട് എന്തുണ്ടാവും? ഫിത്ന ഉണ്ടാവും. അത് ഭയങ്കര പ്രശ്നം. അല്ലാഹു തആല അത് എവിടെയുണ്ട്? അൽ ഫിത്നതു നാഇമ, ഫിത്ന എവിടെയും
ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഫമൻ ഐഖലഹ, ആരെങ്കിലും ഫിത്നയെ ഉണർത്തിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവട്ടെ. റസൂലുള്ളാഹി ദ്വാരന, റസൂലുള്ളാഹി ദ്വാരന. അൽ ഫിത്നതു നാഇമ, ഫിത്ന എവിടെയും ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഫമൻ ഐഖലഹ, ആരെങ്കിലും ഫിത്നയെ ഉണർത്തിയാൽ ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവട്ടെ. അല്ലെങ്കിൽ ലഅനത്തുണ്ടാവട്ടെ, അതാണ് അതിന്റെ ശൈലി. ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്തുണ്ടാവട്ടെ. ആരുടെ മേൽ? ഫിത്ന ഉണ്ടാക്കുന്നു. എങ്ങനെ അള്ളാഹിന്റെ പൊരുത്തത്തിലാകുക? 1000 സലാത്തല്ല 10000 സലാത്ത് ചൊല്ലിട്ട് എന്താ കാര്യം? അതൊന്നും എൻ്റെ ഉള്ളിലേക്ക് കയറിയില്ല. 1000 സലാത്തും ചൊല്ലും, നാട്ടിലെ ഫിത്ന ഒക്കെ ഉണ്ടാക്കും. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ.